എൻട്രി ടെക്നിക്കൽ PSC യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ കേരള PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 5-ാം തീയതി നടന്ന ആർക്കിടെക്ചറൽ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The optimistic, most likely and pessimistic time for developing a new product are 11 months, 15 months and 19 months respectively. Calculate the estimated time in months. Option തന്നിട്ടുണ്ട് 15 months, 16, 14 and 13. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് PSCയുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാം എടുത്തു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പെർട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് തിയറി കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ പെർട്ടിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. പെർട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. അൺസർട്ടനിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമുക്ക് കറക്റ്റ് എത്ര ടൈമിനുള്ളിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ കറക്റ്റായിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുകളിലാണ് പെർട്ട് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളാണ്. പെർട്ട് എപ്പോഴും ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ കഴിയും എന്ന് പറയാതെ 3 ടൈം എസ്റ്റിമേറ്റുകളാണ് ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കണ്ടീഷന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലും, ഇതിന് രണ്ടിനും ഇടയ്ക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈം എസ്റ്റിമേറ്റ്. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഒപ്റ്റിമിസ്റ്റിക് ടൈം ആണ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം അല്ലെങ്കിൽ T0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഒപ്റ്റിമിസ്റ്റിക് ടൈം സൂചിപ്പിക്കുന്നത് the minimum possible time in which an activity can be completed under most ideal condition. എല്ലാ കണ്ടീഷനും ഐഡിയൽ ആണ്. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എല്ലാത്തരം റിസോഴ്സസും കറക്റ്റ് ടൈമിന് അവൈലബിൾ ആവുക, ഫണ്ട് എല്ലാം കറക്റ്റ് ടൈമിന് സാങ്ഷൻ ആയി കിട്ടുക, ലേബേഴ്സ് ഓരോ പർട്ടിക്കുലർ വർക്കിന് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ടൈമിന് കിട്ടുക, ഇങ്ങനെയുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു ടൈമിനെ പറയുന്ന പേരാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, അല്ലെങ്കിൽ T0 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ടൈമാണ്. പെസിമിസ്റ്റിക് ടൈം കൊണ്ട് സൂചിപ്പിക്കുന്നത് എല്ലാ കണ്ടീഷനും, നമ്മുടെ സൈറ്റിലുള്ള കണ്ടീഷൻ ആയിക്കോട്ടെ, വെതർ കണ്ടീഷൻ ആയിക്കോട്ടെ, റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം തന്നെ ഒരു വേഴ്സ്റ്റ് സിനാരിയോയിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഴ്സ്റ്റ് കണ്ടീഷൻസിൽ മാക്സിമം എത്ര ടൈമിനുള്ളിൽ നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെയാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്ട്രീം കണ്ടീഷനുകൾക്കും ഇടയിൽ മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മോസ്റ്റ് ലൈക്ലി ടൈം അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ ടൈം TM എന്ന് സൂചിപ്പിക്കുന്നത്. എല്ലാ കണ്ടീഷൻസും നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ എത്ര ടൈമിനുള്ളിൽ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് മോസ്റ്റ് ലൈക്ലി ടൈം TM എന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഒരു ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് T0 വാല്യൂ അറിയാം, TP വാല്യൂ അറിയാം, TM അറിയാം എന്നുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനൊരു ഇക്വേഷനും ഉണ്ട്. ഈ ഒരു ആവറേജ് ടൈം അല്ലെന്നുണ്ടെങ്കിൽ അതിന് മീൻ ടൈം അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം എന്നൊക്കെ പറയും. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50-50 ചാൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എല്ലാ ജനറൽ PSC എക്സാമുകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ TE ഇസ് ഈക്വൽ ടു T0 പ്ലസ് 4 ടൈംസ് TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഒന്ന് നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇങ്ങനെ ആയിരുന്നു. ഒരു ആക്ടിവിറ്റിയുടെ, അതായത് ഒരു പുതിയ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി. അതിൻ്റെ ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക് ടൈം എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് TE ഇസ് ഈക്വൽ ടു T0 പ്ലസ് 4 ടൈംസ് TM പ്ലസ് TP
ഡിവൈഡഡ് ബൈ 6 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതനുസരിച്ച് T0 വാല്യൂ എന്ന് പറയുന്നത് 11 months ആണ്. TM എന്ന് പറയുന്നത് 15 months ആണ്. ആൻഡ് ദ TP വാല്യൂ ഇസ് 19 months. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് ആൻ ആൻസർ ഓഫ് 15 months. So 15 months is the answer. Option is option A. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എക്സ്പെക്റ്റഡ് ടൈം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസിൻ്റെയും കൂടി ഇക്വേഷൻ ഒന്ന് നോക്കിയേക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എത്ര ടൈം ഓളം ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്ത് തീരാനുള്ള സമയം ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ഏറ്റവും എക്സ്ട്രീമായിട്ട് ഇറ്റ് ഇസ് T0, മറ്റൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് TP ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ T0 മൈനസ് TP ഡിവൈഡഡ് ബൈ 6 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പർട്ടിക്കുലർ ആക്ടിവിറ്റി. വേരിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ദി സ്ക്വയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ വേരിയേഷൻ വിൽ ബി ഈക്വൽ ടു T0 മൈനസ് TP ബൈ 6 ദി ഓൾ സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ നിന്ന് വന്നത്. ലെവലിന് നമുക്കൊരു 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. The critical path method for time scheduling forward pass calculation is carried out for determining. നമുക്കറിയാം, ഒരു CPM നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അവരുടെ ഏർലി സ്റ്റാർട്ട് ടൈം, അതുപോലെ ഏർലി ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർവേഡ് പാസ്, അതായത് 0th ടൈമിൽ നിന്ന് നമ്മുടെ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ്റെ എൻഡ് വരെ കൊണ്ടെത്തിക്കുന്നു. ആ ഒരു രീതിയിലുള്ള അനാലിസിസിനാണ് നമ്മൾ ഫോർവേഡ് പാസ് എന്ന് പറയുന്നത്. ഫോർവേഡ് പാസ് വഴി നമുക്ക് കിട്ടുന്ന ടൈം ഏതാണ്? ഇറ്റ് ഈസ് ഏർലി സ്റ്റാർട്ട് ആൻഡ് ഏർലി ഫിനിഷ് ടൈമാണ്. ബാക്ക്വേർഡ് പാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് സ്റ്റാർട്ടും ലേറ്റ് ഫിനിഷ് ടൈമും ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലമാണ്. കണ്ടാൽ വലുതാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A CPM network of a construction project is given in figure below. The activity duration are mentioned in weeks in table below. The project completion time in weeks will be. ഓവറോൾ നമ്മുടെ പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. ആസ് എ നെറ്റ്വർക്ക് ഓരോ ആക്ടിവിറ്റീസ് ഓൺ ആരോ നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നത്. ഓരോ ആക്ടിവിറ്റീസിൻ്റെയും എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം എത്രയാകും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസിലേക്ക് കടക്കാം. ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ സാധാരണയായിട്ട് ആക്ടിവിറ്റി ഓൺ ആരോ ആണെന്നുണ്ടെങ്കിൽ ആരോസിൻ്റെ താഴെയായിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ കറക്റ്റായിട്ട് എഴുതാം. ഫോർ ആക്ടിവിറ്റി 1 to 2, ദാറ്റ് ഈസ് ആക്ടിവിറ്റി A, ദ ഡ്യൂറേഷൻ ഈസ് 5 days. For B activity it is 2, for C it is 6, for D it is 4, Eക്ക് വരുന്നത് 4 days ആണ്, Fന് വരുന്നത് 2 daysഉം, Gക്ക് വരുന്നത് 3 daysഉം, Hന് വരുന്നത് 8 daysഉം, Iക്ക് വരുന്നത് 7 daysഉം, J that is the final activity 2 daysഉം ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർവേഡ് പാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഫോർവേഡ് പാസ് വഴി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒന്നുകിൽ ഫോർവേഡ് പാസ് ചെയ്തുകൊണ്ട് ഓവറോൾ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോ നെറ്റ്വർക്ക് പാത്തുകൾ എടുത്തുകൊണ്ട് ഓരോന്നിൻ്റെയും ഡ്യൂറേഷൻ ആഡ് ചെയ്ത് ഫൈനലി എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആകാം എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർവേഡ് പാസ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. General format for writing the time estimate for different activity എന്ന് പറയുന്നത് ഒരു ബോക്സ് ആയിട്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഇറ്റ് ഈസ് EST ആദ്യം എഴുതുക, ദാറ്റ് ഈസ് ഏർലി സ്റ്റാർട്ട് ടൈം, ദെൻ ഏർലി ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ്
സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇതാണ് ജനറലായിട്ട് ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ്. സാധാരണ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കോമായിട്ടൊക്കെ എഴുതാറുണ്ട്, പക്ഷേ ഇതൊരു നോർമലി ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിനും അതിൻ്റെ ഏർലി സ്റ്റാർട്ട് ടൈമും ഏർലി ഫിനിഷ് ടൈമും നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം. ഓരോ ആക്ടിവിറ്റീസിനും അതിൻ്റെ ഏർലി സ്റ്റാർട്ട് ടൈമും ഏർലി ഫിനിഷ് ടൈമും കറക്റ്റായിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ആക്ടിവിറ്റി എ. ആക്ടിവിറ്റി എ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് 0th ഡേയിലാണ്. 5 days ആണ് അതിന് ഡ്യൂറേഷൻ വേണ്ടത്. സോ അതിൻ്റെ ഏർലി ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 5 days ആണ്. സോ 5th ഡേയിൽ ആക്ടിവിറ്റി എ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റി എ കഴിഞ്ഞ് വരുന്ന 2 ആക്ടിവിറ്റീസ് ആണ് ആക്ടിവിറ്റി ബി ആൻഡ് ആക്ടിവിറ്റി സി. ആക്ടിവിറ്റി ബി അപ്പോൾ നമുക്ക് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് 5th ഡേ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 days ആണ്. സോ 5 + 7 7th ഡേ ആകുമ്പോഴേക്കും ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. ആക്ടിവിറ്റി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 5th ഡേ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 5 + 6 ദാറ്റ് ഈസ് 11th ഡേ ആകുമ്പോഴേക്കും ആക്ടിവിറ്റി സി കംപ്ലീറ്റ് ചെയ്യാം. സിയെ ഫോളോ ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി എഫ് എന്ന് പറയുന്നത്. സോ ആക്ടിവിറ്റി എഫിനെ നമുക്ക് 11th ഡേയിൽ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 days ആണ്. സോ 13th ഡേ ആകുമ്പോഴേക്കും ആക്ടിവിറ്റി എഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റി ഡി നമുക്ക് കൺസിഡർ ചെയ്യാം. ആക്ടിവിറ്റി ഡി എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബി കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ 7th ഡേ ആകുമ്പോഴേക്കും ആക്ടിവിറ്റി ഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ആക്ടിവിറ്റി ഇയും. ആക്ടിവിറ്റി ഇയും 7th ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആക്ടിവിറ്റി ഡിയുടെയും ഇയുടെയും രണ്ടിൻ്റെയും ഡ്യൂറേഷൻ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 days ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഫിനിഷ് ചെയ്യുന്നത് 11th ഡേയിൽ ആയിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ആക്ടിവിറ്റി ഐ ആണ്. ആക്ടിവിറ്റി ഐ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ആക്ടിവിറ്റി ഇ ആൻഡ് ആക്ടിവിറ്റി എഫ് ആണ്. ആക്ടിവിറ്റി ഇ കംപ്ലീറ്റ് ചെയ്യുന്നത് 11th ഡേയിലും ആക്ടിവിറ്റി എഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് 13th ഡേയിലും. ഒബ്വിയസ്ലി 2 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു സക്സീഡിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് 13ാമത്തെ ദിവസം മാത്രമേ ith ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഐ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 7 days ആണ്. അങ്ങനെയാണെങ്കിൽ 13 + 7 20th ഡേ ആകുമ്പോഴേക്കും ആക്ടിവിറ്റി ഐ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി ജി നോക്കാം. ആക്ടിവിറ്റി ജിക്ക് മുന്നേ വരുന്നത് ആക്ടിവിറ്റി സി ആണ്. ആക്ടിവിറ്റി സി ആയതുകൊണ്ട് തന്നെ 11th ഡേയിൽ ആക്ടിവിറ്റി ജി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജിയുടെ ഡ്യൂറേഷൻ 3 days ആണ്. അങ്ങനെയാണെങ്കിൽ 14th ഡേയിൽ ആക്ടിവിറ്റി ജി കംപ്ലീറ്റ് ആവും. ജി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് ആക്ടിവിറ്റി ജെ ആണ്. ആക്ടിവിറ്റി ജെ 14th ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 2 days ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അങ്ങനെയാണെങ്കിൽ 16th ഡേയിൽ നമുക്ക് ആക്ടിവിറ്റി ജെ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി എച്ച്. ആക്ടിവിറ്റി എച്ചിൻ്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഡി ആണ്. അത് 11ാമത്തെ ദിവസം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു ആസ് ഏർലി ആസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് 11th ഡേ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 8 days ആണ്. അപ്പോൾ 11 + 8 19th ഡേയിൽ ആക്ടിവിറ്റി എച്ച് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവറോൾ നെറ്റ്വർക്ക് അനാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫൈനൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഇവൻറ്റ് നമ്പർ 8 ആണ്. ഇവൻറ്റ് നമ്പർ 8 ഒക്കർ ചെയ്തു അല്ലെങ്കിൽ ഇവൻറ്റ് 8 കംപ്ലീറ്റ് ആയി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിസീഡിങ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിരിക്കണം. ഇതിന് തൊട്ട് പ്രിസീഡിങ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിവിറ്റി എച്ച്, ആക്ടിവിറ്റി ഐ ആൻഡ് ആക്ടിവിറ്റി ജെ. ഓരോന്നിൻ്റെ ഫിനിഷിംഗ് ടൈം നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി എച്ച് ആണെന്നുണ്ടെങ്കിൽ 19ാമത്തെ ദിവസവും ആക്ടിവിറ്റി ഐ ആണെന്നുണ്ടെങ്കിൽ 20th ഡേയും ആക്ടിവിറ്റി ജെ ആണെന്നുണ്ടെങ്കിൽ അത് 16th ഡേയിലുമാണ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ദിവസം മാത്രമേ നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. സോ ദ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഈസ് 20 days. Project duration is
20 days. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഏർലി സ്റ്റാർട്ട് ടൈം, ഏർലി ഫിനിഷ് ടൈം എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഓരോ നെറ്റ്വർക്കും എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ നെറ്റ്വർക്കിൻ്റെയും പാത്ത് എടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഡ്യൂറേഷൻസ് എല്ലാം ആഡ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഏർലി സ്റ്റാർട്ട് ടൈം, ഏർലി ഫിനിഷ് ടൈമും കൂടി ഫെമിലിയർ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കൂടുതൽ വീഡിയോ ലെക്ചേഴ്സിനായി എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.